പറഞ്ഞ നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് 10 ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാനായിട്ട് പോണത്. അപ്പൊ എല്ലാവരും വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാം. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ചാപ്റ്റർ നമുക്ക് ഫുൾ സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് പ്ലസ് ഈസ് എ ഡാഷ് ഓപ്പറേറ്റർ. ഏതാണ് നമ്മുടെ പ്ലസ് പ്ലസ്? ഇൻക്രിമെന്റ് ചെയ്യാനുള്ള ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ് അല്ലെ. അപ്പൊ ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഒക്കെ നമുക്ക് അവിടെ 2 ആൾക്കാരെ ആവശ്യമുണ്ടോ? 2 ഓപ്പറന്റിന് ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ഓപ്പറന്റ് മതി. ഒരു ഓപ്പറന്റ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും യൂണറി ഓപ്പറേറ്റേഴ്സ് ആണല്ലോ. 2 ഓപ്പറന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. 3 ആളാണെങ്കിൽ നമ്മൾ അതിനെ ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? വാട്ട് ഈസ് ദി റോൾ ഓഫ് കോൺസ്റ്റ് മോഡിഫയർ? നമ്മളൊരു കോൺസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തിനാണ് നമ്മൾ ഈ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണ്ട, ആ ഒരു പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യേ വേണ്ട. ആ വാല്യൂ ആ പ്രോഗ്രാമിൽ ഫുള്ളായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്കൊരു ഒരു നമ്പർ വേണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അതിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യും? ഈ കോൺസ്റ്റ് എന്ന് പറഞ്ഞ മോഡിഫയർ യൂസ് ചെയ്യും ആണല്ലോ. കോൺസ്റ്റ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ കോൺസ്റ്റന്റ്. നോക്കിക്കേ, കോൺസ്റ്റ് ഇൻഡ് BP ഈക്വൽ ടു 100. അപ്പൊ BP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാരിയബിളിന്റെ വാല്യൂ ആ പ്രോഗ്രാമിൽ മൊത്തം 100 ആയിരിക്കും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Okay, by this the variable BP is treated as constant and cannot be possible to change its value during execution. Okay, അടുത്ത question, explain cascading of input output operations. ഇൻപുട്ട് ഓപ്പറേറ്ററും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും ഒക്കെ നമുക്ക് അറിയാം അല്ലെ. സീനിന്റെയും സി ഔട്ടിന്റെയും ഒക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 2 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ. അപ്പൊ ഇതിന് എപ്പോഴാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയാ? ഒരേ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒന്നോ അതിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും അത് കാസ്കേഡിംഗ് ആണെന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്? യെസ്, മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്തിനാണ്? ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഓപ്പറേറ്റർ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കാസ്കേഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ എനി 3 സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. 3 അല്ല, നമ്മൾ 4 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ? C++ലെ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് മക്കളെ? ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ. ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ നമ്മൾ ആദ്യമായിട്ടൊരു വാരിയബിളിനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് പറയാം അത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം എന്തൊക്കെയാണ്? യെസ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ 4 ടൈപ്പ് ഉണ്ട്. ഇവിടെ 3 ടൈപ്പേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് 4 എണ്ണം അറിയാം അല്ലെ. യെസ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ C++ലുള്ള ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി അടുത്തത്, വിച്ച് ആർ ദി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++? മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഡാറ്റ ടൈപ്പുകളും അതിന്റെ ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, പല ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സും ആണ് അല്ലെ. യെസ്, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് അതിന്റെ സിംബലും അറിയാം, അതിന്റെ പേരും അറിയാം. ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, അതേപോലെ തന്നെ ലോജിക്കൽ നോട്ട് ഉണ്ട് ആണല്ലോ. സിംബൽ എങ്ങനെയാ വരിക? ഇതാണ് ലോജിക്കൽ ആൻഡ്, ഇതാണ് ലോജിക്കൽ ഓർ, ഇതാണ് ലോജിക്കൽ നോട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെമ്മറി റിക്വയർമെന്റ് ഓഫ് വോയിഡ് ഡാറ്റ ടൈപ്പ് ഇൻ C++ ഈസ് ഡാഷ് ബൈറ്റ്. വോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് എംപ്റ്റി അല്ലെ. എംപ്റ്റി ആണെങ്കിൽ പിന്നെ അതിന് എത്ര ബൈറ്റ് മെമ്മറി വേണം സ്റ്റോർ ചെയ്യാൻ? 0 അല്ലെ. 0 ബൈറ്റ്സ് ഓഫ് മെമ്മറി മതി നമുക്കത് സ്റ്റോർ ചെയ്യാൻ.
അടുത്തത് write the difference between x equal to 5 and x equal to 5. എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ഇത് ഒരുപാട് തവണ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും പല രീതിയിൽ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഒരു ഈക്വൽ ടു ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. x equal to 5 എന്ന് പറയുമ്പോൾ അത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ? അതൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? കാരണം എന്താ? അത് നമ്മൾ അസൈൻ ചെയ്യാണ്. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിളിലേക്ക് നമ്മൾ 5 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു 5 ആണെങ്കിലോ, 2 ഈക്വൽ ടു വരുന്ന സമയത്ത് എന്താ അവിടെ? എക്സ് ഈക്വൽ ടു 5 ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് നമ്മൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം അതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഇക്വാലിറ്റി ചെക്ക് ചെയ്യാണ്. അപ്പൊ എക്സിന്റെ ഉള്ളിൽ ഓൾറെഡി 5 എന്നുള്ള പറഞ്ഞ വാല്യൂ ഉണ്ട്. ആ 5 നമ്മുടെ ഈ 5ന് ഈക്വൽ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, എക്സിന്റെ ഉള്ളിലുള്ള വാല്യൂ 5 ആവണമെന്നില്ല. എക്സിന്റെ ഉള്ളിലുള്ള വാല്യൂ 5 ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ഇത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണല്ലോ? അത് പല രീതിക്ക് നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. രാജു വാണ്ട്സ് ടു ഇമ്പോർട്ടന്റ് ആണ്. രാജു വാണ്ട്സ് ടു ആഡ് വാല്യൂ 1 ടു ദി വാരിയബിൾ പി. പി എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ഉണ്ട്. ആ വാരിയബിളിലേക്ക് +1 ചെയ്യണം. അതായത് ആ വാരിയബിളിന്റെ ഉള്ളിൽ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട്. അതിലേക്ക് നമുക്ക് +1 ചെയ്യണം. 5 ആണെങ്കിൽ അതിനെ 6 ആക്കണം. 10 ആണെങ്കിൽ അതിനെ 11 ആക്കണം. അങ്ങനെ നമുക്ക് ചെയ്യണം. ആൻഡ് സ്റ്റോർ ദ ന്യൂ വാല്യൂ ഇൻ പി ഇറ്റ്സെൽഫ്. ആഡ് ചെയ്തിട്ട് ആ കിട്ടിയ വാല്യൂ പിയിൽ തന്നെ സ്റ്റോർ ചെയ്യണം. റൈറ്റ് 4 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ ടു ഡു ദി ടാസ്ക്. നമുക്ക് 4 രീതിയിൽ നമുക്കത് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് സാധാ മാത്സ് പോലെ തന്നെ p ഈക്വൽ ടു p+1. അപ്പൊ എന്താ ചെയ്യാം? p എന്ന് പറഞ്ഞ വാരിയബിളിന്റെ ഉള്ളിൽ ഉള്ള വാല്യൂയിലേക്ക് +1 ചെയ്തിട്ട് അത് ഏതിലേക്ക് തന്നെ അസൈൻ ചെയ്യും? പിയിലേക്ക് തന്നെ ആ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതൊരു രീതിയാണ്. ഇനി എനിക്ക് നമ്മൾ അരിത്തമെറ്റിക് അസൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? എന്താണ്? p+=1. ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇങ്ങനെ ഈ ഫസ്റ്റ് എഴുതിയ അതേ സാധനം തന്നെയാണ്. അതിനെ നമ്മൾ വേറെ രീതിയിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് എഴുതി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? p++ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. പിന്റെ ഉള്ളിലുള്ള വാല്യൂ ആഡ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് പിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. അത് നമുക്ക് ++p എന്നും കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ 4 രീതിയിൽ നിങ്ങൾക്ക് വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും. +1. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 10th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ വാരിയബിൾ? ലിസ്റ്റ് ദ 2 വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് എ വാരിയബിൾ. എന്താണ് ഈ വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ്? നമ്മുടെ മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ട് അല്ലെ? നമുക്ക് ഈ ലൊക്കേഷൻസിനൊക്കെ ചില ലൊക്കേഷൻസിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. അപ്പൊ നെയിംസ് ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ, നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാരിയബിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലിസ്റ്റ് ദി 2 വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് എ വാരിയബിൾ. 2 വാല്യൂസ് ആണ് എപ്പോഴും അതിന്റെ കൂടെ ഉണ്ടാവുക. L വാല്യൂവും അതേപോലെ തന്നെ R വാല്യൂ. ഓക്കെ, 2 ടൈപ്പ് വാല്യൂസ് ആണുള്ളത്. ഒന്ന് L വാല്യൂവും അതേപോലെ തന്നെ R വാല്യൂവും. അപ്പോൾ L വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറി അഡ്രസ് ആണ് അല്ലേ? നമ്മൾ ആ സ്റ്റോർ ചെയ്ത ആ വാരിയബിളിന് ഓൾറെഡി ഒരു മെമ്മറി അഡ്രസ് ഉണ്ടാവും. ആ മെമ്മറി അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി അഡ്രസ്സിനെയാണ് നമ്മൾ L വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ്, നമ്മുടെ ആ ഒരു മെമ്മറി വാരിയബിളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ ആ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? R വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് മോസ്റ്റ്ലി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് അതിലുള്ളതുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ മാരത്തോൺ ലൈവിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാവരും ലൈവിനൊക്കെ കറക്റ്റ് സമയത്ത് വരിക. അതേപോലെ എന്നും നമുക്ക് ചാനലിൽ 7 PM ലൈവുകൾ ഉണ്ടാവും. ആ ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നമുക്ക് നല്ല സ്കോർ ചെയ്യുന്ന ക്രിസ്മസ് എക്സാമിന് കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് മിസ് ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ?
യെസ്, നോക്കിക്കേ, നമ്മൾ കുറെ യൂണറി, ബൈനറി, ടെർണറി ഒക്കെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ എഴുതണം. ആർക്ക് വേണ്ടിയിട്ട്? എക്സാമ്പിൾ ഫോർ ടെർണറി ഓപ്പറേറ്റർ. ഒരു ടെർണറി ഓപ്പറേറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.